വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എത്ര കേട്ടാലും മതിവരാത്തൊരു ഗാനമാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല എന്ന ഗാനം. റവൻ സാജൻ പി മാത്യു അച്ഛന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. 33 റേഡിയേഷനാണ് വേണ്ടത്. റേഡിയേഷൻ്റേതായ അസ്വസ്ഥതകളുടെയും വേദനകളുടെയും അനുഭവത്തിൽ കൂടി താൻ കടന്നു പോകുമ്പോൾ അച്ഛനെ ബലപ്പെടുത്തുവാനായി ദൈവം നൽകിയ പാട്ടാണ് ഇത്. അതെ, എല്ലാ വേദനയും മാറിപ്പോകും, എല്ലാ കണ്ണുനീരും തോരും. ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തി ബീർബലിനെ കൊണ്ട് തൻ്റെ മോതിരത്തിൽ എഴുതിപ്പിച്ചൊരു വാചകം ഇപ്രകാരമാണ്: ഈ നേരവും കടന്നു പോകും. വളരെ അർത്ഥവത്തായ ഒരു വാചകം. സുഖദുഃഖ സമ്മിശ്രിതമാണ് മനുഷ്യജീവിതം. ആരും അറിഞ്ഞുകൊണ്ട് കഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഷ്ടതയുടെ സമയവും നമ്മിൽ നിന്നും കടന്നു പോകും. ദൈവിക പദ്ധതി നമ്മിൽ നിറവേറ്റപ്പെടേണ്ടതിന് ദൈവം ഉപയോഗിക്കുന്ന വഴികളാണ് കഷ്ടതകൾ. ഒരു ശില്പി തൻ്റെ കയ്യിൽ ലഭിക്കുന്ന കല്ലിനെ തൻ്റെ പ്ലാൻ അനുസരിച്ച് ഉടച്ച് ഉളികൊണ്ട് കൊത്തി പണിത് മിനുസപ്പെടുത്തി കഴിയുമ്പോഴാണ് അതൊരു മനോഹര ശില്പമായി മാറുന്നത്. കർത്താവിന് നാം പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ അവൻ നമ്മെ ഉടയ്ക്കും, തകർക്കും, മിനുസപ്പെടുത്തും. അവൻ്റെ ഉടയ്ക്കലുകളും തകർക്കലുകളുമാണ് ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ. കഷ്ടതകൾ നമ്മെ കൊള്ളാവുന്നവരാക്കി മിനുസപ്പെടുത്തിയെടുത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അവൻ്റെ പദ്ധതികൾക്ക് നമ്മെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകണം. ഫിലിപ്പിയർ 1:29 പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. കഷ്ടതയെ വരമായി കാണണം. അപ്പോൾ കഷ്ടതയിൽ നാം പതറിപ്പോകുകയില്ല. യിരെമ്യാവ് സഹിക്കേണ്ടി വന്ന കഷ്ടതയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനമാണ് യിരെമ്യാവ് 38 അധ്യായം. യിരെമ്യാവ് ദൈവത്തോടും ജനത്തോടും വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതിനാൽ യിരെമ്യാവിന് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. യിരെമ്യാവിനെ കയറുകൊണ്ട് കെട്ടി ചെളി നിറഞ്ഞൊരു കുഴിയിൽ ഇറക്കിയെന്നാണ് 38:6 പറയുന്നത്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കാതെ തനിക്ക് ലഭിച്ച ദൈവിക ആലോചനകൾ ധൈര്യത്തോട് പറഞ്ഞതുകൊണ്ടാണ് ഈ കഷ്ടതകൾ യിരെമ്യാവിന് സഹിക്കേണ്ടി വന്നത്. യിരെമ്യാവ് ദൈവത്തോട് പറയുന്നത്, എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്ത്? നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? തുടർന്ന് പറയുകയാ, നിന്റെ നിമിത്തം ഞാൻ നിന്ന സഹിക്കുന്നു. യിരെമ്യാവ് 15 മുതൽ 18 വരെ. യിരെമ്യാവിൻ്റെ കഷ്ടതകളിൽ ദൈവം നിഷ്ക്രിയനായി നിന്നില്ല. ദൈവം പറയുന്നത്, ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമരഭിത്തിയാക്കി വയ്ക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും വീണ്ടുകൊള്ളുകയും ചെയ്യും. 15, 20 മുതൽ 21 വരെ. കഷ്ടതകളിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുക എന്നത് അപകടകരമായിരിക്കാം. എന്നാൽ കഷ്ടതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് എത്ര ആശ്വാസമാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അപമാനിതരായിത്തീരാം, രക്തസാക്ഷികളും ആയിത്തീരാം. നീഗ്രോ നേതാവായിരുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന് നേരിട്ടത് ഈ അനുഭവമാണ്. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തേക്കാൾ ദൈവഹിതത്തിന് വഴങ്ങിക്കെടുത്തതുകൊണ്ടാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. 1999 ജനുവരി 23 രാത്രിയിൽ ഒറീസയിലെ മനോഹർപൂരിലെ തങ്ങളുടെ ചെറിയ വീട്ടിൽ സ്ഥലം കുറവായതുകൊണ്ട് ഗ്രഹാം സ്റ്റെയിൻസ് തൻ്റെ 2 മക്കളുമായി തങ്ങളുടെ വാഹനത്തിൽ കിടന്ന് ഉറങ്ങുമ്പോഴാണ് അർദ്ധരാത്രിയിൽ ഒരു കൂട്ടം യുവാക്കൾ വാഹനത്തിൻ്റെ ടയറുകൾ കുത്തിപ്പൊളിച്ച് വണ്ടിയുടെ അടിയിൽ കച്ചുകൂട്ടി തീ കൊളുത്തിയത്. ഓടിക്കൂടിയവർ കാണുന്നത് വാഹനത്തിനുള്ളിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കരിഞ്ഞുപോയ 3 ശരീരങ്ങൾ മാത്രമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. തന്നെ കാണുവാൻ വന്നവരോട് സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസ് പറഞ്ഞത്, ദൈവം ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഈ ലോകത്തിൽ നൽകിയിട്ടുണ്ട്. അത് പൂർത്തിയാക്കുമ്പോൾ അവൻ അവരെ തിരികെ വിളിക്കും. ക്രിസ്തുവിന് വേണ്ടി ഇത്രയും ത്യാഗം സഹിക്കുവാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ദൈവം അവസരം നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊലയാളികൾ എന്താണ് ചെയ്തത് എന്ന് അറിയായികൊണ്ട് ദൈവമേ അവരോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി ത്യാഗം സഹിച്ച് മരിക്കേണ്ടി വന്നത് ഗ്ലാഡിസ് ഒരു ഭാഗ്യമായി കരുതി.
കഷ്ടത ഗ്ലാഡിസിനെ സാക്ഷ്യത്തിലേക്ക് നയിച്ചു. കഷ്ടത നമ്മയും സാക്ഷ്യത്തിലേക്ക് നയിക്കണം. ഒരു കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. 1 പത്രോസ് 4:10. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടതകളിൽ പ്രശംസിക്കണം. റോമർ 5:3. കഷ്ടത കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വരമാണ്. അതുകൊണ്ട് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്ന കഷ്ടതകൾ നമ്മളുടെ പ്രശംസയായി തീരട്ടെ. കഷ്ടതകളിൽ നാം ഏകരല്ല. അതേ കഷ്ടതകളിൽ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. കർത്താവേ, കഷ്ടത ദൈവിക പദ്ധതിയുടെ ഭാഗമായി കണ്ട് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകളിലും പ്രശംസിപ്പാൻ എന്നെയും ബലപ്പെടുത്തണമേ. ആമേൻ. കരുണയതാ